അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന അതിപ്രധാനപ്പെട്ട ഒരു സൂറത്തിനെ കുറിച്ച്. പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസമാണ്, നമുക്കൊക്കെയും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നിന്ന് പഠിപ്പിച്ചത് വെള്ളിയാഴ്ചയുടെ മഹത്വമായി സയ്യിദുൽ അയ്യാമാണ്. ഒരു ആഴ്ചയുടെ ആ ദിവസങ്ങളുടെ നേതാവാണ് പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം. ഈ വെള്ളിയാഴ്ച ദിവസം മുഅ്മിനിന്റെ പെരുന്നാളാണ്. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഹജ്ജാണ് ഈ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം. ഈ ദിവസം ധാരാളമായി നന്മകൾ അധികരിപ്പിക്കാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതുകൊണ്ടായിരുന്നു മഹാന്മാരൊക്കെയും പരിശുദ്ധ വെള്ളിയാഴ്ച ദിനങ്ങളിൽ അവരുടെ എല്ലാ ജോബുകൾ, അവർക്കുള്ള എല്ലാ ഡ്യൂട്ടികൾ ഒഴിവാക്കി ഇബാദത്തിലായി കൂടുന്നത്. അതുകൊണ്ടാണ് മദ്രസകളും ദർസുകളും വെള്ളിയാഴ്ച ദിവസം ലീവ് കൊടുക്കുന്നത്, അവധി കൊടുക്കുന്നത്. കാരണം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം മഹാന്മാർ അവർ ഏത് രൂപത്തിൽ, ഏത് ആദരവിൽ കണ്ടുവോ അതേപോലെ നമുക്കും മഹാന്മാരെ പോലെ ഈ പരിശുദ്ധ വെള്ളിയാഴ്ച ആദരിക്കാൻ, ബഹുമാനിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വെള്ളിയാഴ്ച ദിവസം ശക്തിയേറിയ ഒരു സുന്നത്താണ് സ്വലാത്ത് ചൊല്ലുക. അതേപോലെ തന്നെ പരിശുദ്ധ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നത് വല്ലാത്ത പുണ്യകരമാണ്. ഈ പരിശുദ്ധ കഹ്ഫ് സൂറത്ത് പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്താൽ അനവധി മഹത്വങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഇവിടെ ഓഫറാക്കിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട 8 ഗുണങ്ങൾ മഹാന്മാർ ഒക്കെ പഠിപ്പിച്ചതും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് 8 മഹത്വങ്ങൾ ഞങ്ങൾക്ക് ഞാൻ പരിശുദ്ധ കഹ്ഫ് സൂറത്ത് ഒരു ആഴ്ചയിൽ പാരായണം ചെയ്താൽ ലഭിക്കുന്ന 8 മഹത്വങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ സൂചിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഒരാൾ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അദ്ദേഹത്തിന് അടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് അവന്റെ നൂറ് കൊണ്ട്, അവന്റെ നൂറിട്ട്, അല്ലാഹുവിന്റെ പ്രത്യേകമായ നൂറ് പ്രകാശമിട്ട് അദ്ദേഹത്തിനെ പ്രകാശിപ്പിക്കും, അദ്ദേഹത്തിന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കും. അതേപോലെ തന്നെ പരിശുദ്ധ രാവിലോ പകലിലോ ആയ ഒരാൾ രാത്രിയോ അല്ലെങ്കിൽ പകലിലായി സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അദ്ദേഹത്തിന്റെ ഒരു ആഴ്ചയുടെ പാവങ്ങൾ, അതായത് അടുത്ത വെള്ളിയാഴ്ച ദിവസം വരുന്നതുവരെ ഏത് സമയത്താണ് അദ്ദേഹം ഓതിയത് ആ സമയം വരേക്കുമുള്ള പാവങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. അഡ്വാൻസായി അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് അല്ല അല്ലാഹു തരുന്നത്, നമുക്ക് ഒരാഴ്ചയിൽ തെറ്റിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് വിട്ടു നിൽക്കാനുള്ള അവസരം തന്നെ നമുക്ക് അല്ലാഹു തആല ഇട്ടു തരും. അത്രയും മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടുന്ന് പഠിപ്പിച്ചത്. മൂന്നാമതായി സൂറത്തുൽ കഹ്ഫിലെ ആദ്യ 3 ആയത്തുകൾ, തുടക്കത്തിലെ 3 ആയത്തുകൾ പതിവാക്കി വന്നാൽ, ദിവസവും പാരായണം ചെയ്താൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം ലഭിക്കും. എല്ലാ അംബിയാ മുർസലീങ്ങളും കാവല് തേടിയ ഒരു ഫിത്നയാണ് ദജ്ജാലിന്റെ ഫിത്ന. അല്ലാഹു നമ്മയും കാത്തുരക്ഷിക്കുമാരാകട്ടെ. നാലാമതായി ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും. ഈ പരിശുദ്ധ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും. ആരാരുമില്ലാത്ത ഒറ്റക്ക് കിടക്കേണ്ട ഒരു അവസ്ഥയിൽ അല്ലാഹു തആല നമുക്ക് മോചനം തരും. അതേപോലെ തന്നെ അഞ്ചാമതായി ഈ സൂറത്ത് ഓതിയാൽ, അല്ലെങ്കിൽ ഈ സൂറത്ത് എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ, സൂറത്ത് മുഴുവനായും എഴുതി സ്വന്തം കരങ്ങളെ കൊണ്ട് എഴുതി അത് സൂക്ഷിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ബറക്കത്തും നല്ല അഭിവൃദ്ധി, നല്ല ഐശ്വര്യം വർദ്ധിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ്. അതേപോലെ തന്നെ ഈ സൂറത്ത് മഹാന്മാർ പറയുന്നു, ഈ സൂറത്തിലെ ആദ്യ 5 ആയത്തുകൾ എഴുതി ഒരു പ്ലേറ്റിൽ എഴുതി അതിനെ വെള്ളത്തിൽ വൃത്തിയായി ഒപ്പിയെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂട്ടി ആ വെള്ളത്തിന് വീട്ടിലെ 4 ചുമലുകൾ, 4 മതിലുകളിലേക്ക് തളിക്കുകയാണെങ്കിൽ, നമ്മുടെ ഭാഷയിൽ കൊടയാണെങ്കിൽ, ആ വീട്ടില് ബറക്കത്തുണ്ടാകും, സന്തോഷമുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും, സമാധാനമുണ്ടാകും
എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുകയാണ്. ഏഴാമതായി മഹാന്മാർ പറയുന്നു, 18-ാമത്തെ ആയത്ത് പതിവാക്കിയാൽ, 18-ാമത്തെ ആയത്ത്, അതായത് എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് പതിവാക്കി വന്നാൽ വിഷജീവികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് പ്രത്യേകമായൊരു കാവല് തരും, പ്രൊട്ടക്ഷന് തരും. അതേപോലെ തന്നെ 8-ാമതായി, ഒരാൾക്ക് കൃത്യസമയത്ത് രാത്രി ഉറങ്ങുമ്പോൾ എത്ര ഉണർത്തിയാലും ഉണരാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട ഒരു കൃത്യസമയത്ത് എഴുന്നേറ്റ് പോവേണ്ടവർ ഉണ്ടാകും. അവർക്ക് പോലും ആ സമയത്ത് എണീക്കാനാവാതെ ഉണരാനാവാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകും. അവർക്ക് പറ്റിയ ഒരു സൊല്യൂഷനാണ് രാത്രി ഉറങ്ങുന്ന സമയത്ത് സൂറത്ത് കഹ്ഫിലെ അവസാനത്തെ 2 ആയത്തുകൾ, ലാസ്റ്റിലെ 2 ആയത്തുകൾ ഓതിക്കിടന്നാൽ, ആ ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഏത് സമയത്താണോ അദ്ദേഹത്തിന് എഴുന്നേൽക്കേണ്ടത് ആ സമയത്തിന് മനസ്സിൽ കരുതിയാൽ ആ സമയത്ത് തന്നെ അല്ലാഹു തആല അദ്ദേഹത്തെ ഉണർത്തും. ഇത് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചതാണ്. ഇത്രയും മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. പതിവാക്കുക, വെള്ളിയാഴ്ച ദിവസം ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും പാരായണം ചെയ്യുക. മഹാന്മാരൊക്കെയും 3 പ്രാവശ്യം ഓതിയവരായിരുന്നു. അല്ലാഹു നമുക്ക് അവരെ പോലെ തന്നെ ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.